2008 ആഗോള സാമ്പത്തിക മേഖല വൻ തകർച്ചയെ അഭിമുഖീകരിച്ചപ്പോൾ മിക്ക വികസിത രാജ്യങ്ങളും സാമ്പത്തിക അച്ചടക്കത്തിന്റെ പേരിൽ ചെലവ് ചുരുക്കൽ നയങ്ങൾ സ്വീകരിച്ചു. എന്നാൽ ഈ ഘട്ടത്തിൽ ചൈന ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് വമ്പിച്ച പൊതുനിക്ഷേപത്തിന് തുടക്കമിട്ടു. ലോകമെമ്പാടും നിക്ഷേപകർ പിൻവാങ്ങുമ്പോൾ ചൈന തങ്ങളുടെ ട്രില്യൺ കണക്കിനു പണം റോഡുകൾ, റെയിൽവേകൾ, കൂറ്റൻ വിമാനത്താവളങ്ങൾ എന്നിവ പണിയാൻ ഉപയോഗിച്ചു. അന്ന് പലരും ഇതിനെ വിവേകശൂന്യമായ പണം പാഴാക്കലായി കണ്ടുവെങ്കിലും ആ ദീർഘവീക്ഷണമാണ് ചൈനയെ ഇന്നത്തെ ലോകത്തിന്റെ ഉൽപാദന കേന്ദ്രമാക്കി മാറ്റിയത്. ഇന്ന് ഇന്ത്യയും അതേ പാത പിന്തുടരുന്നത് നാം കാണുന്നു. ഗൗരവമേറിയ ഈ സാമ്പത്തിക മാറ്റം ഇന്ത്യയെ ആഗോളതലത്തിൽ ഒരു വൻ ശക്തിയായി ഉയർത്താനുള്ള അടിത്തറയാണ് പാകുന്നത്. ആദ്യം നിർമ്മിക്കുക, ആവശ്യം താനേ വരും എന്ന ചൈനീസ് തന്ത്രം ഇന്ന് ഇന്ത്യയുടെ വികസന പാതയിൽ നിർണായകരമാണ്. പണ്ട് ഇന്ത്യ കാത്തിരുന്നത് ആവശ്യം ഉയർന്നതിന് ശേഷം മാത്രം വികസന പദ്ധതികൾ തുടങ്ങാനായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യ ആ നയം തിരുത്തിയിരിക്കുകയാണ്. ഗതാഗതമില്ലാത്ത സ്ഥലങ്ങളിൽ ഹൈവേകൾ പണിയുകയും വ്യവസായങ്ങൾ വരും മുമ്പ് തന്നെ വിതരണ ശൃംഖലകൾ ഉറപ്പാക്കുകയും ചെയ്യുന്ന ഈ രീതി ചൈനയുടെ 2008 പ്ലേ ബുക്കിനെ അനുസ്മരിക്കുന്നു. നിങ്ങൾ ഇതുവരെയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കേവലം റോഡുകളുടെ നിർമ്മാണമല്ല, മറിച്ച് സാമ്പത്തിക ചലനങ്ങളെ മുൻകൂട്ടി കണ്ട് അവയെ സൃഷ്ടിക്കുന്ന രീതിയാണ്. ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള മൂലധന നിക്ഷേപം ഇന്ത്യയുടെ GDP വളർച്ചയ്ക്ക് വലിയ ഊർജമാണ് നൽകുന്നത്. ഈ തന്ത്രം ആഗോള നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ പദ്ധതികൾ പൂർത്തിയാക്കാൻ എടുക്കുന്ന കാലതാമസം ലോകപ്രശസ്തമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇന്ത്യ ഈ പ്രതിച്ഛായ പൂർണ്ണമായും മാറ്റിയെടുത്തു. 15 വർഷം എടുത്തിരുന്ന ഹൈവേകൾ ഇന്ന് 3 വർഷം കൊണ്ട് പൂർത്തിയാകുന്നു എന്നത് ഇന്ത്യയുടെ കാര്യക്ഷമതയുടെ അടയാളമാണ്. റെയിൽവേയുടെ നവീകരണവും ചരക്ക് ഇടനാഴികളുടെ വേഗത്തിലുള്ള നിർമ്മാണവും ഇന്ത്യയുടെ സാമ്പത്തിക സിരകളെ ഉണർത്തി കഴിഞ്ഞു. ചൈന പണ്ട് പ്രകടിപ്പിച്ച അതേ തീവ്രതയോടെ ഇന്ന് ഇന്ത്യ പദ്ധതികൾ പൂർത്തിയാക്കുന്നു. ഇത് വിഭവങ്ങളുടെ ദുർവിനിയോഗം കുറയ്ക്കുകയും നിക്ഷേപകർക്ക് രാജ്യത്തിനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ മാറ്റം കേവലം ഭരണപരമായ ഒന്നല്ല, മറിച്ച് രാജ്യത്തിന്റെ ജനങ്ങൾക്ക് വികസനത്തോടുള്ള മനോഭാവത്തിലെ വലിയൊരു മാറ്റമാണ്. ലോകം ഇന്ന് സാമ്പത്തിക അസ്ഥിരതയിലൂടെയും യുദ്ധങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഇന്ത്യ വലിയൊരു വികസന മുന്നേറ്റം നടത്തുന്നത് ശ്രദ്ധേയമാണ്. ആഗോള വിതരണ ശൃംഖലകൾ അസ്ഥിരമാകുമ്പോൾ സുസ്ഥിരമായ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഇന്ത്യയിലേക്ക് കമ്പനികൾ ശ്രദ്ധ തിരിക്കുന്നു. ചൈന പണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ നിക്ഷേപം നടത്തിയതുപോലെ ഇന്ത്യയും ഈ ആഗോള സാഹചര്യത്തെ കൃത്യമായി വിനിയോഗിക്കുന്നു. തുറമുഖങ്ങൾ വികസിപ്പിക്കുന്നതും പ്രത്യേക സാമ്പത്തിക മേഖലകൾ സ്ഥാപിക്കുന്നതും വഴി ഇന്ത്യ ആഗോള വിപണിയിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നു. ഈ തന്ത്രപരമായ നീക്കം ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യയെ ഒരു ഉൽപാദന കേന്ദ്രമാക്കി മാറ്റും. ആഗോളതലത്തിൽ മൂലധനം ജാഗ്രത പാലിക്കുമ്പോൾ ഇന്ത്യ വൻതോതിൽ ആസ്തികൾ നിർമ്മിക്കുന്നത് വലിയൊരു വിജയതന്ത്രമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലെ പ്രധാന തടസ്സം ഉയർന്ന ലോജിസ്റ്റിക് ചെലവുകളായിരുന്നു. ചരക്ക് നീക്കത്തിനായുള്ള ചെലവ് ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യയെ പിന്നിലാക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ ഇതുവരെയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഇന്ന് ചരക്ക് ഇടനാഴികൾ വഴി ഇന്ത്യ ഈ ചെലവ് പകുതിയാക്കാൻ ലക്ഷ്യമിടുന്നു. ചൈന പണ്ട് റെയിൽവേ വികസിപ്പിച്ച് നേടിയ അതേ നേട്ടം ഇന്ത്യയും ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നു. സാധനങ്ങൾ വേഗത്തിലും ചിലവ് കുറഞ്ഞു നീങ്ങുമ്പോൾ നിർമ്മാണ മേഖല ഉണരുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഇത് രാജ്യത്തെ വ്യവസായവൽക്കരണത്തിന് പുതിയൊരു ദിശാബോധം നൽകും. ഇന്ത്യയുടെ ഈ നീക്കം ആഗോള നിക്ഷേപകർക്ക് വലിയൊരു ഉറപ്പാണ് നൽകുന്നത്. ചൈനയുടെ വികസനത്തിൽ പേൾ റിവർ ഡെൽറ്റ പോലുള്ള മെഗാ സിറ്റി ക്ലസ്റ്ററുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയും ഇപ്പോൾ അതേ മാതൃകയിൽ ഡൽഹി, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂരു തുടങ്ങിയ വമ്പൻ വ്യവസായ ഇടനാഴികൾ വികസിപ്പിക്കുന്നു. ഇവ കേവലം റോഡുകളല്ല, മറിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളും ഫാക്ടറികളും ഉൾക്കൊള്ളുന്ന സമ്പൂർണ്ണ സാമ്പത്തിക ആവാസ വ്യവസ്ഥകളാണ്. ഇത്തരം ഇടനാഴികൾ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും പ്രാദേശിക വികസനം ഉറപ്പാക്കുകയും ചെയ്യുന്നു. വരാനിരിക്കുന്ന പതിറ്റാണ്ടുകളിൽ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂപടത്തെ മാറ്റിമറിക്കാൻ ഇത്തരം ബൃഹത്തായ പദ്ധതികൾക്ക് സാധിക്കും. ചൈനയുടെ വികസന രീതികളിൽ നിന്ന് ഇന്ത്യ ഉൾക്കൊണ്ട ഏറ്റവും മികച്ച പാഠങ്ങളിൽ ഒന്നാണ് ഇത്. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള വൻതോതിലുള്ള കുടിയേറ്റം ഇന്ത്യക്ക് വലിയൊരു വെല്ലുവിളിയാണ്. എന്നാൽ കൃത്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പണിയുന്നതിലൂടെ ഈ വെല്ലുവിളിയെ ഇന്ത്യ അവസരമാക്കി മാറ്റുന്നു. മെട്രോ റെയിൽവേ ശൃംഖലകളും അഫോർഡബിൾ
അഫോർഡബിൾ ഹൗസിംഗ് പദ്ധതികളും നഗരഗതാഗത സംവിധാനങ്ങളും ഇന്ത്യയിലെ നഗരങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. കുടിയേറ്റക്കാരെ കേവലം തൊഴിലാളികൾ എന്നതിലുപരി രാജ്യത്തിന്റെ ഉൽപാദനക്ഷമതയുടെ ഭാഗമായി മാറ്റാൻ ഈ വികസനം സഹായിക്കുന്നു. ചൈന പണ്ട് തന്റെ ജനതയെ വികസനത്തിന്റെ ഭാഗമാക്കിയ അതേ രീതി തന്നെയാണ് ഇന്ത്യയും പിന്തുടരുന്നത്. ഇത് നഗരങ്ങളിലെ ജീവിത നിലവാരം ഉയർത്തുകയും സാമ്പത്തിക ചലനങ്ങൾക്ക് വേഗത നൽകുകയും ചെയ്യുന്നു. നഗരവൽക്കരണം ഇന്ത്യയുടെ വളർച്ചയുടെ പ്രധാന പ്രേരക ശക്തിയായി മാറുകയാണ്. ഭൗതികമായ നിർമ്മാണങ്ങൾക്കൊപ്പം ഇന്ത്യ കെട്ടിപ്പടുത്ത ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ലോകത്തെ അതിശയിപ്പിക്കുന്നതാണ്. UPI മുതൽ ആധാർ വരെയുള്ള സംവിധാനങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക ഇടപാടുകളെ ഡിജിറ്റലൈസ് ചെയ്തു. ചൈന പണ്ട് സാങ്കേതിക വിദ്യ വികസനത്തിന് ഉപയോഗിച്ചതിനേക്കാൾ വലിയ രീതിയിൽ ഇന്ത്യ ഇത് സാധാരണക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചു. അഴിമതി കുറയ്ക്കാനും സേവനങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ ഡിജിറ്റൽ അടിത്തറ സഹായിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ബിസിനസ് ചെയ്യാനുള്ള എളുപ്പം വർദ്ധിപ്പിക്കുകയും വിദേശ കമ്പനികളെ ആകർഷിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ ഈ ഡിജിറ്റൽ കരുത്ത് വികസിത രാജ്യങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന ഒന്നാണ്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സുതാര്യതയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. സ്വകാര്യ മേഖലാ നിക്ഷേപം നടത്താൻ മടിക്കുന്ന സാഹചര്യങ്ങളിൽ സർക്കാർ തന്നെ മുൻകൈ എടുക്കുന്നത് ചൈനീസ് മോഡലിന്റെ പ്രത്യേകതയാണ്. ഇത് ഇന്ന് പബ്ലിക് കേപ്ലക്സ് വർദ്ധിപ്പിച്ചുകൊണ്ട് പദ്ധതികളിലെ റിസ്ക് ഏറ്റെടുക്കുന്നു. റോഡുകളും പാലങ്ങളും പണിതു കഴിഞ്ഞാൽ സ്വകാര്യ മൂലധനം അങ്ങോട്ട് ഒഴുകി വരുമെന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നു. ചൈനയുടെ നിർമ്മാണ വേഗത ഇന്ത്യക്ക് ഇല്ലെങ്കിലും നിർമ്മാണത്തിലെ സുതാര്യതയിൽ ഇന്ത്യ മുന്നിലാണ്. PM ഗതിശക്തി പോലുള്ള പോർട്ടുകൾ വഴി എല്ലാ മന്ത്രാലയങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്ന് പദ്ധതികൾ ഏകോപിപ്പിക്കുന്നു. ഇത് പണം പാഴാക്കുന്നത് തടയുകയും നിർമ്മാണം കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നു. ചൈനയിൽ പലപ്പോഴും ഉപയോഗമില്ലാത്ത വമ്പൻ കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് മുന്നേറുന്നത്. ഡിജിറ്റൽ മേൽനോട്ടം അഴിമതി കുറയ്ക്കാനും കൃത്യസമയത്ത് പണികൾ തീർക്കാനും സഹായിക്കുന്നു. ഈ ആധുനിക മേൽനോട്ട രീതി ഇന്ത്യയുടെ വികസന പദ്ധതികൾക്ക് അന്താരാഷ്ട്ര നിലവാരം നൽകുന്നു. ഇത് വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ രാജ്യത്തെ സഹായിക്കുന്നു. ഇന്ത്യയെ ചൈനയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവിടുത്തെ യുവജനതയാണ്. ചൈനയുടെ ജനസംഖ്യ പ്രായമാകുമ്പോൾ ഇന്ത്യയിൽ യുവാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇപ്പോൾ പണിയുന്ന ഓരോ അടിസ്ഥാന സൗകര്യവും അടുത്ത 40 വർഷത്തേക്ക് ഉൽപാദനക്ഷമമായി ഉപയോഗിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. റോഡുകളും ഫാക്ടറികളും യുവാക്കൾക്ക് തൊഴിൽ നൽകുകയും അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യും. ചൈന പണ്ട് തങ്ങളുടെ യുവജനതയെ ഉപയോഗിച്ച് വളർച്ച നേടിയതുപോലെ ഇന്ത്യ ഇന്ന് ആ ഘട്ടത്തിലാണ്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വരും പതിറ്റാണ്ടുകളിൽ വലിയ പിന്തുണ നൽകും. യുവാക്കളുടെ ഈ കരുത്ത് ഇന്ത്യയുടെ വികസന നയങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ്. ലോകത്തിലെ വൻകിട കമ്പനികൾ ചൈനയിലുള്ള തങ്ങളുടെ അമിത ആശ്രയത്വം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഈ കാലത്ത് ഇന്ത്യ സജീവമായി ഒരു ബദലായി മാറുകയാണ്. ആഗോള കമ്പനികൾ വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യ ഒരുക്കുന്നു. ചൈനീസ് മോഡലിലുള്ള ഈ മുൻകൂർ നിർമ്മാണം ഇന്ത്യയെ ആഗോള വിതരണ ശൃംഖലയുടെ പ്രധാന കേന്ദ്രമാക്കും. വിതരണ ശൃംഖലകൾ പുനഃക്രമീകരിക്കപ്പെടുമ്പോൾ അത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ ഇന്ത്യ തയ്യാറാണ്. ഈ തന്ത്രപരമായ നീക്കം രാജ്യത്തെ വിദേശ നിക്ഷേപങ്ങളിൽ വലിയ വർധനവിന് കാരണമാകും. ഇന്ത്യയുടെ വികസന പാത ആഗോള വിപണിയിലെ മാറ്റങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളുന്നതാണ്. അടിസ്ഥാന സൗകര്യ വികസനം കേവലം സാമ്പത്തികമല്ല, മറിച്ച് രാജ്യത്തിന്റെ നയതന്ത്ര പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. ചൈന തങ്ങളുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതികളിലൂടെ ലോകത്ത് സ്വാധീനം ഉറപ്പിച്ചതുപോലെ ഇന്ത്യയും അയൽരാജ്യങ്ങളുമായും ആഗോള വിപണികളുമായും കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു. തുറമുഖങ്ങളുടെ വികസനവും അതിർത്തി മേഖലകളിലെ റോഡ് നിർമ്മാണവും ഇന്ത്യയുടെ സുരക്ഷയ്ക്കും നയതന്ത്രത്തിനും കരുത്തേകുന്നു. ഒരു രാജ്യം എത്രത്തോളം മികച്ച രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവോ അത്രത്തോളം ആ രാജ്യത്തിന്റെ ആഗോള സ്വാധീനം വർദ്ധിക്കും. ഇന്ത്യ ഇന്ന് ഈ പാതയിലാണ്. ഈ മുന്നേറ്റം രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പദവി ഉയർത്തുന്നു. ഭൗതികമായ നിർമ്മാണങ്ങൾക്കൊപ്പം ജനങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നു. വികസിത രാജ്യങ്ങളെ പോലെ മികച്ച വിദ്യാഭ്യാസം,
ആരോഗ്യ സൗകര്യങ്ങളും ലഭിക്കാൻ രാജ്യം ശ്രമിക്കുന്നു. ചൈന പണ്ട് തന്റെ തൊഴിലാളികളെ നൈപുണ്യമുള്ളവരാക്കി മാറ്റിയതുപോലെ ഇന്ത്യയും സ്കിൽ ഇന്ത്യ പോലുള്ള പദ്ധതികളിലൂടെ യുവാക്കളെ സജ്ജമാക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകുമ്പോൾ ജനങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്തി സ്വന്തം നിലവാരം ഉയർത്താൻ സാധിക്കും. റോഡുകൾ വിപണി നൽകുന്നുവെങ്കിൽ വിദ്യാഭ്യാസം ആ വിപണിയിൽ മത്സരിക്കാനുള്ള കരുത്ത് നൽകുന്നു. ഇത് ഇന്ത്യയുടെ സമ്പൂർണ്ണ വികസനത്തിന് അനിവാര്യമാണ്. വമ്പൻ പദ്ധതികൾക്കായി പണം ചെലവിടുമ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക ബാലൻസ് നിലനിർത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ചൈന പണ്ട് കടമെടുത്തു നടത്തിയ നിർമ്മാണങ്ങൾ ഇന്ന് അവർക്ക് തന്നെ ബാധ്യതയായി മാറിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ നിക്ഷേപം നടത്തുമ്പോൾ തന്നെ സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ ശ്രമിക്കുന്നു. GST പോലുള്ള പരിഷ്കാരങ്ങൾ വഴി നികുതി വരുമാനം വർദ്ധിക്കുന്നത് വികസനത്തിന് ആവശ്യമായ പണം കണ്ടെത്താൻ സഹായിക്കുന്നു. കടബാധ്യത നിയന്ത്രിച്ചുകൊണ്ടുള്ള ഈ വികസന രീതി ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യയെ സാമ്പത്തികമായി ഭദ്രമാക്കും. ഇന്ത്യയുടെ വികസന മാതൃക ചൈനയുടേക്കാൾ കൂടുതൽ സുസ്ഥിരമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് വികസനത്തെ ഒരു വമ്പിച്ച പ്രതീക്ഷയോടെയാണ് കാണുന്നത്. വന്ദേ ഭാരത് ട്രെയിനുകളും പുതിയ ഹൈവേകളും രാജ്യത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ചൈന പണ്ട് തന്റെ ജനതയോട് ഭാവി ശോഭനമാകുമെന്ന് പറഞ്ഞതുപോലെ ഇന്ത്യ ഇന്ന് ആ സന്ദേശം നൽകുന്നു. ജനങ്ങളുടെ വിശ്വാസം വളരുമ്പോൾ അവർ കൂടുതൽ നിക്ഷേപിക്കാനും കഠിനാധ്വാനം ചെയ്യാനും തയ്യാറാകുന്നു. ഈ മാനസികമായ മാറ്റം ഒരു രാജ്യത്തിന്റെ വളർച്ചയിൽ വളരെ പ്രധാനമാണ്. ഇന്ത്യ ഇന്ന് ഒരു ക്യാൻ ഡു ആറ്റിറ്റ്യൂഡിലേക്ക് മാറിയിരിക്കുന്നു. ഇത് രാജ്യത്തിന്റെ ഓരോ മേഖലയിലും പ്രതിഫലിക്കുന്നു. ചൈനയുടെ അതിവേഗ വികസനം പരിസ്ഥിതിക്ക് വലിയ ആഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ ഇന്ന് വികസനത്തോടൊപ്പം തന്നെ പരിസ്ഥിതിക്കും വലിയ പ്രാധാന്യം നൽകുന്നു. സൗരോർജ പദ്ധതികൾ, ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ, ഇലക്ട്രിക് വാഹന ഇടനാഴികൾ എന്നിവയിലൂടെ ഇന്ത്യ ലോകത്തിന് ഒരു മാതൃക ആകുകയാണ്. വികസനമെന്നാൽ പരിസ്ഥിതിയെ നശിപ്പിക്കലല്ല എന്ന് ഇന്ത്യ തെളിയിക്കുന്നു. ഈ ഹരിത വികസന നയം ആഗോളതലത്തിൽ ഇന്ത്യക്ക് വലിയ പ്രശംസ നേടിക്കൊടുക്കുന്നു. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് ഊർജ്ജ ചെലവ് കുറയ്ക്കാനും രാജ്യത്തെ സഹായിക്കും. ഇന്ത്യ ഇന്ന് തന്റെ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. ഇതിനായി ഫാക്ടറികൾക്കും ഉൽപാദന യൂണിറ്റുകൾക്കും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും യുദ്ധകാല അടിസ്ഥാനത്തിൽ പണിയുന്നു. ചൈന പണ്ട് ലോകത്തിന്റെ ഉൽപാദന കേന്ദ്രമായതുപോലെ ഇന്ത്യ ഇന്ന് ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു. നിർമ്മാണ മേഖല ഉണരുമ്പോൾ അത് കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകും. ഇത് രാജ്യത്തെ ദാരിദ്ര്യം ഇല്ലാതാക്കാനും മധ്യവർഗത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇന്ത്യയുടെ ഈ വ്യവസായ വിപ്ലവം രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കും. സ്വന്തമായി സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ ഇന്ന് വലിയ മുന്നേറ്റം നടത്തുന്നു. IT മേഖലയിലെ കരുത്ത് ഇന്ന് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും ഉപയോഗിക്കുന്നു. ചൈനയുടെ പല സാങ്കേതിക വിദ്യകളും വിദേശ രാജ്യങ്ങളെ അനുകരിച്ചതായിരുന്നുവെങ്കിൽ ഇന്ത്യ സ്വന്തമായ പുതിയ രീതിയിൽ കണ്ടെത്തുന്നു. സ്പേസ് സാങ്കേതിക വിദ്യ മുതൽ ഡിജിറ്റൽ പേയ്മെന്റ് വരെ ഇന്ത്യ ഇന്ന് സ്വയം പര്യാപ്തമാണ്. ഈ സാങ്കേതിക കരുത്ത് വികസന പദ്ധതികളുടെ വേഗതയും ഗുണനിലവാരവും വർദ്ധിപ്പിക്കുന്നു. ഇത് ഇന്ത്യയെ ഒരു ആഗോള സാങ്കേതിക കേന്ദ്രമാക്കി മാറ്റും. ചുരുക്കത്തിൽ ചൈന 2008 പയറ്റിയ അതേ തന്ത്രം ഇന്ത്യ തന്റേതായ ശൈലിയിൽ ഇന്ന് പ്രാവർത്തികമാക്കുകയാണ്. വമ്പിച്ച ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപം, ഡിജിറ്റൽ വിപ്ലവം, യുവാക്കളുടെ കരുത്ത് എന്നിവ ഇന്ത്യയെ വരും വർഷങ്ങളിൽ ലോകത്തിന്റെ സാമ്പത്തിക ചക്രവർത്തിയാക്കി മാറ്റും. ലോകം ഇന്ന് ഇന്ത്യയെ നോക്കുന്നത് പരിഹാസത്തോടെയല്ല, മറിച്ച് വലിയ പ്രതീക്ഷയോടെയാണ്. ഇപ്പോൾ നാം കാണുന്ന ഈ നിർമ്മാണങ്ങൾ നാളത്തെ വികസിത ഭാരതത്തിന്റെ സുശക്തമായ അടിത്തറയാണ്. ഇന്ത്യയുടെ ഈ വളർച്ച ഇനി ആർക്കും തടയാനാവില്ല. ചരിത്രം ഇന്ത്യയെ പുതിയൊരു ആഗോള ശക്തിയായി രേഖപ്പെടുത്താൻ പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സാപ്പ്, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കരുത്.